ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഒരു സൺഡേ ആണ്. നമ്മുടെ റൂമിലെ 4 പേർക്കും പനിയായി. അപ്പോൾ രൂപയ്ക്ക് ഒട്ടും വയ്യ. രൂപയല്ല, മിന്നു. ഞാൻ ആക്ച്വലി അവളെ മിന്നു എന്നാണ് വിളിക്കുന്നത്. കോളേജിൽ വന്നിടയ്ക്ക് രൂപ എന്നാണ് വിളിക്കുന്നത്. സോ അവിടെ കൂടെ നമ്മളിപ്പം ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അടുത്തുള്ള ഡിസ്പെൻസറി ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ടോക്കണൊക്കെ കിട്ടി. 83 ടോക്കൺ നമ്പർ. അപ്പം നമ്മൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സൺഡേയാണ് അവളെ കൂടെ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാൻ കയറുന്നത്. ഇവിടുത്തെ ഡോക്ടറും സൺഡേയും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് അല്ലേ? വല്ലാണ്ട് ഞങ്ങൾ ആട്ടിക്കളഞ്ഞതാ കഴിച്ച്. ഇവർ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇഞ്ചക്ഷൻ ചോദിച്ചു, അവർ ആട്ടി വിട്ട്. ഞങ്ങളോട് വിവരമില്ലെന്ന് ചോദിച്ചു. പക്ഷെ അവളിപ്പോൾ പറയുന്നത് ഒന്നും ഡോക്ടറായിട്ടൊന്നും പറയുന്നില്ല. കാരണം മരുന്ന് മാറ്റിക്കളഞ്ഞതിന് വല്ല അസുഖം വന്ന് ഇവിടെ തന്നെ വരേണ്ടി വരും. അതുകൊണ്ടല്ലേ ഞാൻ കണക്കിന് കൊടുത്തല്ല. അപ്പോൾ ഇവിടെ അടുത്തൊക്കെ മഞ്ഞപ്പിത്തം വന്നെന്ന് കേട്ടത്. അതുകൊണ്ട് ഞങ്ങൾ സാനിറ്റൈസറൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഗായ്സ്, ഇവിടുത്തെ ഡോക്ടർ കുറച്ച് സീനാണ് കേട്ടോ. വല്ലാണ്ട് സീനാണ് ഗായ്സ്. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. അതാണ്ട് രൂപീകരിക്കണ ഇന്നലെ ഇവക്ക് വയ്യ. ഞാൻ ശുശ്രൂഷിച്ച് ഡോക്ടർ ചോദിക്കുക, ഒരു പ്രായമായ അമ്മൂമ്മനോട് ചോദിക്കുക എന്തിനാ ഹോസ്പിറ്റലിലേക്ക് വന്നേ, അസുഖം എന്താണെന്ന് എഴുതി കൊടുക്കുക, എന്താ പിന്നെ ചെയ്യും. അപ്പോൾ ഗായ്സ്, നമ്മുടെ നമ്പർ ടോക്കൺ 83 ആയിരുന്നു. അപ്പോൾ സൺഡേയാണ് രൂപയുടെ അകത്തോട്ട് കയറാൻ പോകുന്നത്. അവൾ ഭയങ്കരമായിട്ട് ചിരി. അകത്ത് ഡോക്ടറിന് ആരെയൊക്കെയോ ചീത്ത പറയുന്നത്. ഗൈസ്, എന്താണ് ഹോസ്പിറ്റലിൽ സംഭവിച്ചത്? ആട്ടി വിട്ടു ഗൈസ്. ഹോസ്പിറ്റലിൽ എവിടെ ചേട്ടാ, അങ്ങോട്ട് പോയിക്കോ. ഇത് ഹോസ്പിറ്റലല്ല, മൃഗശാല. ഗൈസ്, അമ്മാനിയെ വിളിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ റെഡി ആയിക്കോളാൻ പറയുക. അപ്പം ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ച് കഴിഞ്ഞ് വെളിയിൽ വെയിറ്റ് ചെയ്യാണ്. ഓട്ടങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടിക്ക് ഒട്ടും വയ്യ. ഇവിടെ കിടക്കുന്നത് കണ്ടോ, ഏതൊക്കെയോ ഗുളിക കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു ഇത്രയും ദിവസം ഉണ്ടായിച്ചിട്ട് ഇന്നാണോ വരാൻ തോന്നിയതെന്ന് ചോദിച്ചു ഞങ്ങളെടുത്ത്. അത് ഞാൻ ഇത്രയും നല്ല രീതിക്കാണ് പറയുന്നത്. ഡോക്ടർ ഇങ്ങനെയല്ല ഞങ്ങളെടുത്ത് പറഞ്ഞു. അത് പറയാം പറ്റത്തില്ല, അത്രയും മോശം അവസ്ഥയിലാണ് ഞങ്ങളിവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ഒരു ഡോക്ടർ ഇരിക്കാനൊന്നും പറയാൻ പാടില്ല, അഭ്യർത്ഥനയാണ്. ഏതാ നീ? അപ്പോൾ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലൊക്കെ വന്നു. അവർക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രൂട്ട്സ്, ബ്രെഡൊക്കെ മേടിച്ചു. വെള്ളത്തിൻ്റെ കുറവാണെന്നാണ് പറഞ്ഞത്. പിന്നെ മഞ്ഞപ്പിത്തം കൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് പിന്നെ അവിടെ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി.